ഹേ ഗായ്സ്, അപ്പോൾ ഞാൻ ഈ പോയിന്റ് ഞങ്ങളെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ 35 പോയിന്റ്സ് ഉണ്ട്. അതിന് എല്ലാവർക്കും അതിൻ്റെ PDF ഫയൽസ് അയച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പോയിന്റ് ഡീപ്പായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്പർ 1 ടൂർണമെൻറ്റ് കളിക്കുന്നത് 5 ടീംസാണ്. നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന പോലെ 5 ടീംസും ഈക്വലി സ്ട്രോങ് ടീമാണ്. ഓക്കെ, അപ്പോൾ നമ്പർ 2 എന്ന് പറഞ്ഞാൽ എല്ലാ ടീമിനും 4 ലീഗ് മാച്ച് കിട്ടും. അതിൽ ഒരു ബോളറിന് 1 ഓവർ മാത്രമാണ് അലൗഡ് ഉള്ളൂ. ഓക്കെ, ത്രോ ബോൾ അലൗഡ് അല്ല. പിന്നെ എന്നിട്ട് ലീഗ് സ്റ്റേജിലെ കംപ്ലീറ്റ് 4 മാച്ചസ് എല്ലാ ടീമും കളിച്ച് കഴിയുമ്പോഴേക്ക് അത് മോർണിംഗ് ആവും. മോർണിംഗ് പിന്നെ ടൈമിംഗ് വെച്ചാൽ രാത്രി 1 മണിക്ക് എക്സാക്റ്റ് മാച്ച് സ്റ്റാർട്ടാവും. എന്നിട്ട് രാവിലെ 7 മണിയാകുമ്പോൾ കംപ്ലീറ്റ് മാച്ചും ഫിനിഷ് ആവും. ഓക്കെ, പിന്നെ രാവിലെ ഒരു 6 o'clock ആകുമ്പോൾ ഒരു ടീം ഡയറക്റ്റ് ഫൈനലിലേക്ക് എത്തും. പിന്നെ ബാക്കി പോയിന്റ് ടേബിളിലെ 2-3 പിന്നെ ക്വാളിഫയർ കളിക്കും. അതിൽ ജയിക്കുന്നവർ ഫൈനലിലേക്ക്. ഓക്കെ, പിന്നെ വേറെ നമ്പർ 3 മോർ ദാൻ 1 ടീം എൻഡ്സ് വിത്ത് ദ സെയിം പോയിന്റ്സ് റൺ റേറ്റ് ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ മൾട്ടിപ്പിൾ ടീംസ് ഒരേ പോയിന്റ് ആണെങ്കിൽ ചിലപ്പോൾ 2 പോയിന്റ് ഒരുപാട് ടീംസ് ഉണ്ടാവും, അല്ലെങ്കിൽ 4 പോയിന്റ് ഒരുപാട് ടീംസ് ഉണ്ടാവും. മീൻസ് 3-4 ടീംസ് ഉണ്ടാവും. അപ്പോൾ റൺ റേറ്റ് ആയിരിക്കും കൺസിഡർ ചെയ്യുന്നുള്ളത്. പിന്നെ നമ്പർ 4 പിന്നെ പറഞ്ഞ പോലെ തന്നെ ഒരേ ബോളേഴ്സിന് 1 ഓവർ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഫീൽഡ് റെസ്ട്രിക്ഷൻസ് എന്ന് വെച്ചാൽ വിക്കറ്റ് കീപ്പർ, പിന്നെ അതേപോലെ തന്നെ ബോളേഴ്സ്, പിന്നെ 4 ഫീൽഡേഴ്സ് ഔട്ട്സ് ഇൻസൈഡ് ദ സർക്കിൾ വേണം. പുറത്ത് പിന്നെ 5 ഫീൽഡേഴ്സേ അലൗഡ് ഉള്ളൂ. ഓക്കെ, ലെഗ് സൈഡ് ആണെങ്കിൽ ലെഗ് സൈഡ് 5 ഫീൽഡേഴ്സേ അലൗഡ് ഉള്ളൂ. പിന്നെ അതേപോലെ പിന്നെ ഇതിന് ലോങ് സർക്കിളിന് പുറത്ത് 5 ഫീൽഡേഴ്സ് മാത്രമേ അലൗഡ് ഉള്ളൂ. പിന്നെ ടോസിങ് ടൈം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു തന്നൊരു റൂൾസ് ഫിക്സ്ചേഴ്സ് ഉണ്ടല്ലോ. ആ ഫിക്സ്ചേഴ്സിൻ്റെ ടോസിങ് ടൈം കറക്റ്റ് 15 മിനിറ്റ് മുമ്പായിരിക്കും. 15 മിനിറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ 1 o'clock മാച്ച് ആണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ സ്ക്വാഡ് സെറ്റ് ചെയ്ത് മൈക്ക് പോയിന്റ് എടുത്ത് വേണം. നിങ്ങളെ മാനേജേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം 15 മിനിറ്റിൽ നിന്ന് 5 മിനിറ്റ് വരെ ഒരു ടൈമുണ്ട്. അപ്പോൾ ആ ടൈമിൽ ടോസിങ് വെയിറ്റിങ്ങിലായിരിക്കും. പക്ഷേ ആ ഒരു 5 മിനിറ്റ് വരെ മാച്ച് ഇപ്പോൾ 1 o'clock സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 12:55 എത്തിയില്ല എങ്കിൽ ഓപ്പണൻ്റ് ടീമിന് ടോസ് പോകും. അതിലൊരു ഡൗട്ടില്ല. പിന്നെ അതേപോലെ 5 മിനിറ്റ് നിങ്ങളെ മാച്ച് ഫിക്സ് ചെയ്തിട്ടുള്ള ഇപ്പോൾ 1 o'clock ആണെങ്കിൽ 1:05 വരെ വെയിറ്റ് ചെയ്യും. 5 മിനിറ്റ് ഓവർ റിഡ്യൂസ് ചെയ്യും. ഇപ്പോൾ ഓപ്പണൻ്റ് ടീം സെറ്റ് ആണെങ്കിൽ ടോസ് പോവും. പിന്നെ വീണ്ടും ഒരു 5 മിനിറ്റ് ഡിലേ ആണെങ്കിൽ ഓവർ റിഡ്യൂസ്, 1 ഓവർ കുറവായിരിക്കും. മറ്റവർക്ക് 1 ഓവർ കൂടുതൽ ഇതായിരിക്കും, നിങ്ങൾക്ക് ഇടുന്ന 1 ഓവർ കുറവായിരിക്കും. പിന്നെ അതേപോലെ 5 മിനിറ്റ് കഴിയുകയാണെങ്കിൽ ഓക്ക് ഓവർ പോകും. മറ്റേ ടീമിന് 2 പോയിന്റ് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ അതേപോലെ 2 ടീമും ഇതേപോലെ എത്തിയില്ല എങ്കിൽ ടോസിങ്ങിൻ്റെ ടൈമോ അതേപോലെ മാച്ച് ഷെഡ്യൂൾ ചെയ്ത ടൈമിൻ്റെ 5 മിനിറ്റ് വരെ 2 ടീം എത്തിയില്ലെങ്കിൽ 1 o'clock മാച്ച് 1:05 വരെ ഒരു ടീം എത്തിയില്ലെങ്കിൽ ആ മാച്ച് കംപ്ലീറ്റ്ലി പിന്നെ അബാൻഡൻഡ് ആയിരിക്കും. പിന്നെ ഓരോ പോയിന്റ് വെച്ചിട്ട് കൊടുക്കും. ഓക്കെ, ഓരോ പോയിന്റ് വെച്ചിട്ട് കൊടുക്കും, മാച്ച് ഒഴിവാക്കും. പിന്നെ വേറൊരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറയാനുള്ളത് നമ്പർ 7 ആണ്. അതിൽ ഒരു ബാറ്റ്സ്മാൻ ഔട്ടായതിനു ശേഷം അടുത്ത ബാറ്റ്സ്മാൻ 1.5 മിനിറ്റ് കൊണ്ട് ക്രീസിലേക്ക് എത്തണം. 1.5 മിനിറ്റ് വെച്ചാൽ 90 സെക്കൻഡ് ഉണ്ട്. അപ്പോൾ അടുത്ത ബാറ്റ്സ്മാൻ മസ്റ്റായിട്ട് അവിടെ റെഡി ആയിട്ട് നിൽക്കുക. അതിലൊരു കൺഫ്യൂഷൻ, ഇപ്പോൾ ആരിറങ്ങുന്നതെന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ആയിട്ട് ഡിലേ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. 90 സെക്കൻഡ് വരെ ഒരുത്തൻ എത്തിയില്ലെങ്കിൽ നെക്സ്റ്റ് ബാറ്റർ പിന്നെ ഇത് ടൈംഡ് ഔട്ടായിരിക്കും. ഓക്കെ, പിന്നെ എവറി ഇന്നിങ്സ് മാക്സിമം ടൈം എന്ന് വെച്ചാൽ 20 മിനിറ്റാണ്. 20 മിനിറ്റാണ് മാക്സിമം ടൈം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 20 മിനിറ്റിൻ്റെ ഉള്ളിൽ പിന്നെ കളി തീർക്കുക. ഒരു ഇന്നിങ്സ് ഫീൽഡിങ് സൈഡ് ആണെങ്കിലും ബാറ്റിംഗ് സൈഡ് ആണെങ്കിലും പിന്നെ 20 മിനിറ്റിൽ തീർക്കുക. അങ്ങനെ ഫീൽഡിങ് ഡിലേ ആണെങ്കിൽ അതിനുള്ള പണിഷ്മെൻ്റ് ഉണ്ട്. പിന്നെ അത് എംപയർ ചെയ്യും. എംപയർ ഡിസൈഡ് ചെയ്യും എന്തായിരിക്കും പണിഷ്മെൻറ്റ്. 5 runs ഒക്കെ കൊടുക്കും ഓരോ മിനിറ്റ് ഡിലേ ആവുന്നതിനനുസരിച്ചിട്ട്. ആ 20 മിനിറ്റിൻ്റെ ഉള്ളിൽ 4 ഓവർ മാക്സിമം 20 മിനിറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ നമ്പർ 9 ബോത്ത് ടീം നോട്ട് ദ ടോസിങ് ടൈം. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ടോസിങ്ങിൻ്റെ റൂൾസും ബാക്കി ടൈമിങ്ങിൻ്റെ കാര്യമൊക്കെയാണ്. പിന്നെ നമ്പർ 10 1 ടീം ഈസ് പ്രസൻറ്റഡ് വിത്ത് ദ 7 members ടോസിങ്. മനസ്സിലല്ല, 7 ആൾക്കാർ മിനിമം നിങ്ങളെ ടീമിൽ അവൈലബിൾ ആയിട്ട് വേണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാച്ച് കളിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു ടീമിൽ ഇപ്പോൾ 7 ആൾക്കാർ ഇല്ലെങ്കിൽ 7 ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോസ് ഇടാം. അതുപോലെ നിങ്ങൾക്ക് ഫീൽഡിങ്ങിൽ ഇറങ്ങാം, അല്ലെങ്കിൽ ബാറ്റിങ്ങിൽ ഇറങ്ങാം, എന്ത് വേണമെങ്കിലും ചെയ്യാം ആ സ്ക്വാഡ് സെലക്ട് ചെയ്തിട്ട്. ഓക്കെ, പിന്നെ അതേപോലെ സ്ക്വാഡിൽ മെയിൻ ഇപ്പോൾ ഈ ടീഷർട്ട് മസ്റ്റായിട്ടും പ്ലേയേഴ്സിൻ്റെ ജേഴ്സി മസ്റ്റായിട്ട് ഓരോ പ്ലേയേഴ്സ് ഇടാം, റൂൾസാണ്. ആ പ്ലേയേഴ്സ് മാറിയിട്ട് ഇടാനോ അല്ലെങ്കിൽ ജേഴ്സി ഇടാണ്ട് കളിക്കുന്നത് അലോഡല്ല. പിന്നെ അതേപോലെ നിങ്ങളെ മാനേജേഴ്സ് ഇതുപോലെ തന്നെ ഓണേഴ്സ് വേറെ ആരെങ്കിലും ഈ ഓപ്ഷൻ ലിസ്റ്റിലില്ലാത്ത അല്ലെങ്കിൽ ഐക്കണിൻ്റെ ലിസ്റ്റിലില്ലാത്ത ആൾക്കാർക്ക് തീർച്ചയായിട്ടും ടൂർണമെൻറ്റിൽ കളിക്കാനോ ഫീൽഡിൽ നിൽക്കാനോ ഒന്നും ഇമ്പോസിബിളാണ്. ഓക്കെ, അത് ഏതെങ്കിലും ഒരു രീതിയിൽ ടയർഡായി പിന്നെ ആൾക്കാരില്ല എന്ന് പറഞ്ഞിട്ട് ആണെങ്കിൽ നിങ്ങൾ 10 പേരോ 9 പേരോ വെച്ച് കളിക്കേണ്ടി വരും.
ഓക്കെ. പിന്നെ ഇനാഗുറേഷൻ്റെ ടൈം കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള 12 മണിയാണ്. 11:30 മണിയാണ് ഞങ്ങൾ പറഞ്ഞ പോലെ, പക്ഷേ 12 മണിയാണ് അതിൻ്റെ ഇനാഗുറേഷൻ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ 12:30 ഡെഡ് ലൈൻ, നിങ്ങളെ പേയ്മെൻറ്റ് കൊടുക്കാനും അതുപോലെ തന്നെ ജേഴ്സി കളക്ട് ചെയ്യാനുള്ള ഡെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ 12:30. കാരണം അത് ഒരുപാട് പേരെ ഡ്യൂട്ടി ടൈം കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഞങ്ങൾ 12:30 ആക്കിയത്. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എനിവേ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ എത്താൻ പറ്റും. അതിന് മുമ്പ് നിങ്ങളെ പേയ്മെൻറ്റ് എന്തെങ്കിലും കൊടുക്കാൻ ബാക്കിയുള്ള കൊടുത്ത് ക്ലിയർ ചെയ്തിട്ട് നിങ്ങളെ ജേഴ്സി വാങ്ങിയിട്ട് വെക്കുക. കാരണം ഇല്ലെങ്കിൽ ഫർദർ ഡിലേ ആണെങ്കിൽ അത് കമ്മിറ്റി റെസ്പോൺസിബിൾ അല്ല, അത് പിന്നെ സ്ട്രിക്റ്റ് ആക്ഷന് പോകും. കാരണം ഇതിൻ്റെ സ്ട്രിക്റ്റ് ഓർഗനൈസേഴ്സാണ്. നേരത്തെ പോസ്റ്ററിൽ ഇട്ട പോലെ തന്നെ അവർക്ക് ഒരു ടൈം കൊടുത്തിട്ടുണ്ട്. രാവിലെ നമുക്ക് കിട്ടിയ ടൈമാണ് രാവിലെ 6:30 കംപ്ലീറ്റ് ഇവൻറ്റ് തീർക്കണം എന്നുള്ളത്. അതിന് അവർ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തെങ്കിലേ നടക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അവിടെ രാവിലെ വേറെ മാച്ച് ഉണ്ട്, നമുക്ക് വേറെ എന്തെങ്കിലും പിന്നെ മറ്റേ നോർമൽ ഗ്രൗണ്ടില്ലേ ആ ഗ്രൗണ്ടിലേക്ക് മാറേണ്ടി വരും. ഓക്കെ. പിന്നെ ത്രോ ബോളിന് ഫ്രീ ഹിറ്റ് ഉണ്ടാവില്ല. ഓക്കെ. നോ ബോളിന് പിന്നെ അതുപോലെ തന്നെ ത്രോ ബോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ എംപയർ നോ ബോൾ വിളിക്കുകയാണെങ്കിൽ പിന്നെ അത് ഫ്രീ ഹിറ്റ് ഉണ്ടാവില്ല. പിന്നെ ക്യാപ്റ്റൻസ് റെസ്പോൺസിബിലിറ്റി ടു കൺട്രോൾ ദ ടീം. ക്യാപ്റ്റൻ എന്ന് വെച്ചാൽ വെറും ടോസ് ഇടാൻ മാത്രമാവരുത്, അവരുടെ ടീം മെമ്പേഴ്സിന് കംപ്ലീറ്റ് ആൾക്കാരെ പറ്റിയുള്ള നോളജ് ഇൻഫർമേഷനും സംഭവങ്ങളെല്ലാം വേണം. ആ ഒരു ക്യാപ്റ്റൻ ആ ടീമിനെ കൺട്രോൾ ചെയ്യാനുള്ള കംപ്ലീറ്റ് ഇത് വേണം. കാരണം എന്തെങ്കിലും ഒരു ഫർദർ ഡിസ്പ്യൂട്ട് സംഭവങ്ങളെല്ലാം വന്നിട്ട് അവിടെ എംപയറുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഒരു 4-5 പേര് ഒന്നിച്ച് ചോദിക്കാതെ ആ ക്യാപ്റ്റൻ ആയിരിക്കണം സംസാരിക്കണം. കാരണം ഇത് കുറച്ചും കൂടി ഒരു ക്വാളിറ്റി നെക്സ്റ്റ് ലെവലിലെ മാച്ചാണ്. നമ്മളെ പഞ്ചായത്ത് ലെവലിലെ പ്രീമിയർ ലീഗിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഫിൽട്ടർ ചെയ്തിട്ടുള്ള ടോപ്പ് ക്വാളിറ്റി പ്ലേയേഴ്സ് മാത്രം കളിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ക്യാപ്റ്റൻ ആണെങ്കിൽ അത്രയ്ക്കും സ്ട്രോങ് ആയിട്ട് പിന്നെ മൊത്തം ടീമിനെ കൺട്രോൾ ചെയ്തിട്ട് ക്യാപ്റ്റൻ ആ രീതിയിൽ പ്രൊഫഷണലായിട്ട് സോൾവ് ചെയ്യാനുള്ള ഒരു സംഭവം വേണം. അതാണ് പോയിന്റ് 16 പറയുന്നത്. പിന്നെ പോയിന്റ് 17 എംപയർ ഡിസിഷൻ വിൽ ബി ഫൈനൽ. ഓക്കെ. പിന്നെ അപ്പോൾ ഏതെങ്കിലും പിന്നെ ആർക്കെങ്കിലും ക്യാപ്റ്റന് സംസാരിക്കുകയാണെങ്കിൽ 2 മിനിറ്റിൻ്റെ ഉള്ളിൽ സംസാരിച്ച് ക്യാപ്റ്റന് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. പിന്നെ അപ്പീൽ ചെയ്യും എല്ലാ പ്ലേയേഴ്സിനും. പിന്നെ ക്യാപ്റ്റന് മാത്രമേ സംസാരിക്കാനുള്ള പിന്നെ റൈറ്റ് ഉള്ളൂ. അതിലേതെങ്കിലും കൂട്ടത്തോടെ പോയിട്ട് എന്തെങ്കിലും ഡിസ്കസ് ആയി കഴിഞ്ഞാൽ ആ ടീമിനെ പിന്നെ അവർ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതായിരിക്കും സ്ട്രിക്ട്ലി. ഓക്കെ. പിന്നെ അവർ തോറ്റതായിട്ട് പ്രഖ്യാപിക്കും, അതേപോലെ ഡിസ്ക്വാളിഫൈ ചെയ്യും. ഓക്കെ. പിന്നെ അതേപോലെ എന്തെങ്കിലും ബാറ്റിംഗ് സൈഡിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായി, ബാറ്റ്സ്മാൻ ചിലപ്പോൾ കീപ്പർ ക്യാച്ച് ആയിരിക്കും, എംപയറിന് ക്ലിയർ ആയി കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ ബാറ്റ്സ്മാൻ പറയും അത് ഔട്ടില്ല കൊണ്ടിട്ടില്ല എന്നൊക്കെ. എംപയർ കോൾ ചിലപ്പോൾ ഔട്ടായിരിക്കും, അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ഔട്ടാണ് ക്ലിയർ ആണെങ്കിൽ പിന്നെ അതിൽ പിന്നെ അത് ഔട്ടല്ല പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് ചിലപ്പോൾ ബാറ്റിംഗ് സൈഡിൽ നിന്ന് കുറേ ആൾക്കാർ നേരെ ഗ്രൗണ്ടിലോട്ട് പോകും. അതെല്ലാം നോട്ട് അലൗഡ് ആണ്. കാരണം അത് ക്ലിയർ ആയിട്ടുള്ള കോളേ എംപയർ കൊടുക്കുള്ളൂ. പക്ഷേ എംപയർ കോൾ അത് ഫൈനലായിരിക്കും. അതിനെ പറ്റിയിട്ട് വേറെ ആർക്കും അൺനെസസറി ആയിട്ട് ഗ്രൗണ്ടിൽ കയറാനോ അങ്ങനെ സംഭവമില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും. ഇത് റൂൾസിൽ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ ഞാൻ വീഡിയോയിലും ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ നോൺ സ്ട്രൈക്കർ പിന്നെ മൂവ് ആവുകയാണെങ്കിൽ ബാറ്റ്സ്മാൻ ബോൾ റൺ ചെയ്തിട്ട് മൂവ് ആവുകയാണെങ്കിൽ പിന്നെ ബോളർക്ക് വൺ കട്ട് ഔട്ട് പോസിബിളാണ്. അത് നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലാക്കി വൺ കട്ട് ഔട്ട് പോസിബിൾ ആണ്. ബോളർ ഇങ്ങനെ പിന്നെ റൺ ചെയ്യുന്ന ടൈമിൽ നോൺ സ്ട്രൈക്കർ മൂവ് ആണെങ്കിൽ അത് ഔട്ടാക്കിയിട്ട് അപ്പീലാക്കുക. ദാറ്റ് വിൽ ബി ഔട്ട്. അത് ഔട്ടാണോ അല്ലയോ എന്ന് എംപയറിന് ഡിസൈഡ് ചെയ്യാം. പിന്നെ അത് ബോളർക്ക് തിരിച്ച് കോൾ ചെയ്യാനുള്ള റൈറ്റും കൂടി ഉണ്ട്. അതിന് ഔട്ടാണെങ്കിൽ ബോളേഴ്സിന് വേണമെങ്കിൽ തിരിച്ച് കോൾ ചെയ്യാം. പിന്നെ അതേപോലെ നമ്പർ 20 റണ്ണർ നോട്ട് അലൗഡ്. ഏതെങ്കിലും ബാറ്റ്സ്മാൻ ഇഞ്ചുറിയോ അങ്ങനെ എന്തെങ്കിലും ഓവർ ടയർഡോ സംഭവങ്ങളാണെങ്കിൽ ആ ബാറ്റ്സ്മാൻ വിൽ ബി റിട്ടയർഡ് ഔട്ട് ആൻഡ് ദർ ഈസ് നോ റൺ ഔട്ട്, അലൗഡ് അല്ല. പിന്നെ വിക്കറ്റ് കീപ്പർക്ക് ബോൾ ചെയ്യാൻ പറ്റുന്നതല്ല. ഓക്കെ. അതൊരു പിന്നെ റയർ റൂൾസാണ് എല്ലാത്തിലും. പിന്നെ പൊതുവേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. കാരണം നമുക്ക് ഈ ഒരു ടൈമിൻ്റെ ഒരു കുറച്ച് ടൈമുള്ള നമുക്ക് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ അത് ഫർദർ ഡിലേസ് ഉണ്ടാക്കാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ആ ഒരു പോയിന്റ് ഞങ്ങൾ കൊണ്ടുവരുന്നത്. വിക്കറ്റ് കീപ്പർ കനോട്ട് ബൗൾ ഓർ ചേഞ്ച് ഡ്യൂറിങ് ദ ഇന്നിങ്സ്. അവന് ഇഞ്ചുറി ആയിട്ട് അവന് മാറ്റിയില്ല എങ്കിൽ അങ്ങനെ അല്ലാത്ത ഒരു നോർമൽ റീസൺ ഉണ്ടെന്നും വിക്കറ്റ് കീപ്പറെ ചേഞ്ച് ആക്കാനോ അതുപോലെ തന്നെ വിക്കറ്റ് കീപ്പറിന് ബോൾ ചെയ്യാനോ പോസിബിൾ അല്ല. പിന്നെ ഇതിൽ പിന്നെ 12-14 സ്ക്വാഡൊക്കെ ഉണ്ട്. പക്ഷേ ഇമ്പാക്റ്റ് പ്ലെയർ എന്നുള്ള റൂൾസ് നോട്ട് അപ്ലിക്കബിൾ ആണ്. ഇമ്പാക്റ്റ് പ്ലെയർ ഇല്ല. 11 പേരിട്ട് ആ 11 പേർക്ക് മാത്രമേ കളിക്കാനോ ഫീൽഡ് ചെയ്യാനോ ബോൾ ചെയ്യാനോ ബാറ്റ് ചെയ്യാനോ പറ്റുള്ളൂ. ഓക്കെ. നമ്പർ 23. ഓക്കെ. ത്രോ ബോൾ നോട്ട് അലൗഡ്. അതൊരു വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പിന്നെ നമ്മളെ ഇതിൽ 2 ഐക്കൺ ഉണ്ട്. ഓൾമോസ്റ്റ് ഐക്കൺസും ഓൾറൗണ്ടേഴ്സാണ്. അല്ലെങ്കിലും അവർ പ്ലേയേഴ്സ് വിളിച്ചതെന്ന് വെച്ചാൽ 4 or 5 ബോളേഴ്സ് എല്ലാ സ്ക്വാഡിലും ഉണ്ട്, ലീഗലായിട്ട് ബോൾ ചെയ്യുന്നവർ. ഇൻ കേസ് ഏതെങ്കിലും ഒരു ബോൾ അവർ മീനിങ് ഫുള്ളി ത്രോ ചെയ്യുകയാണെങ്കിൽ സൈഡ് എംപയർ സ്ട്രിക്ട്ലി ഡയറക്ട്ലി നോ ബോൾ വിളിക്കും. അതിലൊരു ഡൗട്ടും ഇല്ല. ക്ലിയർ ത്രോ ആണെങ്കിൽ അത് നോ ബോൾ ആയിരിക്കും, ഒരു ഒബ്ജക്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും പ്ലേയേഴ്സ് ആക്ഷൻസ് ത്രോ ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ത്രോ ഉണ്ടെങ്കിൽ അതൊരിക്കലും ടോളറേറ്റ് ചെയ്യില്ല. ഓക്കെ.
പിന്നെ അതിൻ്റെ വേറെ എന്തെങ്കിലും ഫർദർ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ അതിൻ്റെ വീഡിയോസ് വരെ വരും, വീഡിയോസ് റെക്കോർഡിംഗ് ആണ്. ഓക്കെ, പിന്നെ ത്രോ ബോൾ നോട്ട് അലൗഡ്. ഓക്കെ, അത് പിന്നെ ഫസ്റ്റ് 3 മാച്ചസ്, ആദ്യത്തെ 3 മാച്ച് ന്യൂ ബോളിലായിരിക്കും കളിക്കുന്നത്. പിന്നത്തെ മാച്ച് അപ് ടു ദ എംപയർ, ചിലപ്പോൾ ന്യൂ ബോളിലായിരിക്കും, ഇല്ലെങ്കിൽ ഓൾഡ് ബോളിലായിരിക്കും കളിക്കുന്നത്. ഈക്വലി എംപയർ വിൽ ഡിസൈഡ് ദ ബോൾ. പിന്നെ ബാറ്റ്സ്മാന് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ബാറ്റേഴ്സിന് വൈപ്പ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല ബോൾ. ഓക്കെ, ഓരോ ബോൾ കഴിയുമ്പോൾ ബാറ്റ്സ്മാന് പിന്നെ വൈപ്പ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ബാറ്റ്സ്മാന് ബോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിക്കാം, വിത്ത് ദ പെർമിഷൻ ഓഫ് ദ ബോളർ ചോദിച്ചിട്ട് ബോളർ ഓക്കെ ആണെങ്കിൽ കൊടുക്കുക. ആ ഒരു രീതിയിൽ എംപയറിൻ്റെ കയ്യിൽ കൊടുക്കുക, അപ്പീൽ ചെയ്തിട്ട് എംപയറിൻ്റെ കയ്യിൽ കൊടുക്കുക, എംപയർ വൈപ്പ് ചെയ്ത് കൊടുക്കും. കണ്ടിന്യൂസ് ആയിട്ട് വൈപ്പ് ചെയ്യാനുള്ളൊരു ഇതില്ല. ഓക്കെ, പിന്നെ ഞങ്ങൾ 10 ടീം, ആസ് വി ഓൺലി 5 ടീംസ് ആൻഡ് 10 മാച്ചസ്. അപ്പോൾ നമുക്ക് ആകെ 5 ടീമേ ഉള്ളൂ. ഞങ്ങൾ പൊതുവേ ലീഗിൽ 8 ടീംസ്, പിന്നെ 10 ടീംസൊക്കെ ഉണ്ടാവും, പിന്നെ ഒരുപാട് മാച്ചസ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഇത് വെറും 5 ടീംസും അതുപോലെ തന്നെ 10 ലീഗ് മാച്ചേ ഉള്ളൂ. ലീഗ് മാച്ച് മൊത്തത്തിലായിട്ട് 10 മാച്ചേ ഉള്ളൂ. പിന്നെ വരുന്നത് ക്വാളിഫയറും പിന്നെ ഫൈനലുമാണ്. അപ്പോൾ 12 മാച്ച്. അതുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് ഒരുപാട് പേര് അബുദാബി പിന്നെ പല ഏരിയാസിൽ നിന്നും വരുന്നുണ്ട്, അത് പിന്നെ നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മെയിൻ വരുന്നത് ഈ കളിക്ക് വേണ്ടിയിട്ടാണ്. ഈ പ്രൈസ് മണിയോ ട്രോഫി ഒക്കെ സെക്കൻഡറി ആണ്. കാരണം അതിൽ മെയിനായിട്ട് വരുന്നത് ഈ ഗ്രൗണ്ടിൽ നമ്മളൊരു നാട്ടിൽ 2 പഞ്ചായത്തിൻ്റെ ടീംസ് വെച്ചിട്ട് നല്ലൊരു ഇവൻറ്റ് കളിക്കണമെന്നില്ല. അപ്പോൾ അത് ഓവർ ചുരുക്കുന്നത് സ്ട്രിക്ട്ലി നോട്ട് അലൗഡ് എന്നുള്ളൊരു നിലക്ക് നമ്മൾ കറക്റ്റ് ടൈം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. നമുക്ക് അനുവദിച്ചിട്ടുള്ള ടൈം 1 o'clock മുതൽ 6:30 വരെയാണ്. ഓക്കെ, അതിൻ്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ പിന്നെ ഇനാഗുറേഷനൊക്കെ മുമ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ 6:30 കഴിഞ്ഞിട്ട് പ്രൈസിങ് സെറമണിയൊക്കെ 6:30ക്ക് 7 ശേഷം ഞങ്ങൾ പ്രൈസിങ് സെറമണിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ഡിലേ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഓവർ ചുരുക്കാൻ ഞങ്ങൾ റെഡിയല്ല. ഞങ്ങളത് ഓക്കോവറോ അങ്ങനെയെങ്കിലും ആയിട്ട് ഞങ്ങൾ മാനേജ് ചെയ്യും. ഞങ്ങൾ കറക്റ്റ് ടൈം പ്രോപ്പർ 20 minutes കൊടുത്തിട്ട് കളിക്കുന്നുണ്ട്. ഓക്കെ, കാരണം ഞങ്ങൾ അത്രയ്ക്കും ഇതാണ്. കാരണം ഒരുപാട് ഓണേഴ്സ് റിക്വയർ ചെയ്ത ഒരേ കാര്യമാണ് 4 over കംപ്ലീറ്റ് മാച്ചും കളിപ്പിക്കണം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെ വേസ്റ്റേജ് എന്ന് വെച്ചാൽ വാട്ടർ ബോട്ടിൽ, പിന്നെ അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ ഫുഡ് കഴിച്ചതിൻ്റെ കവർ സംഭവങ്ങളൊക്കെ കിട്ടി എടുത്ത് എറിയാൻ പാടില്ല. ഓക്കെ, കാരണം നമ്മളെ ഓർഗനൈസേഴ്സിൻ്റെ എന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ. പിന്നെ അത് അണ്ടർ കൺട്രോളാണ്. പ്രൊഫഷണലി ആയിട്ട് നിങ്ങളെ മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് പ്ലേയേഴ്സിനോട് പറയണം, നിങ്ങൾ ബിന്നിൽ തന്നെ ഇടണം. അത് കറക്റ്റ് ആ പ്രോപ്പറിൽ. പിന്നെ കിട്ടി എടുത്ത് ഇങ്ങനെ ഇടുന്നത് ദാറ്റ്സ് നോട്ട് അലൗഡ്. ഓക്കെ, പിന്നെ ഫീൽഡർ വിക്കറ്റ് കീപ്പർ സ്ലഡ് ചെയ്യുന്നുണ്ടോ സ്വാഭാവികമായിട്ട്. അതിൽ പിന്നെ ബോൾ റണ്ണപ്പിന് ശേഷം പിന്നെ സ്ലഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കീപ്പേഴ്സ് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ട്, ബോളേഴ്സ് ഫീൽഡേഴ്സ് സംസാരിക്കുന്നുണ്ടെങ്കിൽ റണ്ണിങ്ങിന് ശേഷം സംസാരിക്കുകയാണെങ്കിൽ എംപയറിന് നോ ബോൾ വിളിക്കാനുള്ള റൈറ്റ് ഉണ്ട്. എംപയർ കേട്ടാൽ ക്ലിയർ ആയിട്ട് കേട്ടാൽ വിളിക്കും, അതിലൊരു ഒബ്ജക്ഷൻ ഇല്ല. പിന്നെ വേറെന്ന് വെച്ചാൽ ഓണർ ഫീസ് 1000 ആണ് പറഞ്ഞ പോലെ തന്നെ. പിന്നെ അതിൽ ജേഴ്സി ഇൻക്ലൂഡ് ആണ്, കാരണം ഫ്ലയേഴ്സ് ഫീസ് വാങ്ങിക്കുന്നുണ്ട്. പിന്നെ അതിൽ വേറെ പ്രത്യേകത വെച്ചാൽ ഇത് ഒരു വൺ ഓഫ് ദ ഞങ്ങളുടെ പ്രീമിയർ ലീഗിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വൺ ഓഫ് ദ പ്രൈസ് മണി ഉള്ള ടൂർണമെൻ്റാണ്. 3000 പ്രൈസ് മണി ഉണ്ട്. പിന്നെ ഞങ്ങളെ ജേഴ്സി ഉണ്ട്. പ്ലേയേഴ്സ് ഫീസ് ഉണ്ട്, ഓണേഴ്സ് ഫീസ് ഉണ്ട്, ഐക്കൺ ഫീസ് ഉണ്ട്, എല്ലാം ഉണ്ടല്ലോ. പ്ലേയേഴ്സ് ഫീസും ഐക്കൺ ഫീസൊക്കെ 100 ആണ്. അതുപോലെ തന്നെ ഓണർ ഫീസ് ഫ്രാഞ്ചൈസ് എടുക്കാനുള്ള ഫീസ് 1000 ആണ്. ഓക്കെ, പിന്നെ വേറെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ മുമ്പ് തന്നെ മെയിൻ ഒരു ആഡ് കൊടുക്കാം, പിന്നെ ഒരു 2 ആഡ് കൊടുക്കാം. അതൊക്കെ ജേഴ്സിയിലും അവിടെ ഇവിടെ പോസ്റ്റേഴ്സിലൊക്കെ ആയിട്ട് ഞങ്ങൾ പ്ലേസ് ചെയ്യും. അതുപോലെ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ ബാക്കി അഡീഷണൽ ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റും പിന്നെ ജേഴ്സിയിൽ പ്ലേസ് ചെയ്തൊക്കെ കമ്മിറ്റിയുടെ ഡിസിഷനാണ്. കമ്മിറ്റിയുമായിട്ട് കോർഡിനേറ്റ് ചെയ്തവരൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ജേഴ്സിയിലൊക്കെ. പിന്നെ വേറെന്താ വെച്ചാൽ പിന്നെ ഏതെങ്കിലും ഒരു പ്ലേയേഴ്സിന്, കാരണം ഇത് 4 over മാച്ചാണ്. 4 over മാച്ചിൽ ഒട്ടുമിക്ക പ്ലേയേഴ്സും പ്രൊഫഷണലി ടെന്നീസിൽ കളിക്കുന്ന പ്ലേയേഴ്സാണ്. ഒരു മിനിമം 10 over 12 overയൊക്കെ ഒറ്റയ്ക്ക് ബാറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള പ്ലേയേഴ്സാണ്. അപ്പോൾ ഈ 4 over മാച്ചിൽ നിങ്ങൾക്കറിയാം 11 ആൾക്കാരെ കൊടുത്തിട്ട് എല്ലാവർക്കും അവസരം കൊടുക്കണം. പിന്നെ അതിലൊരു ലോജിക്കില്ല ചുരുക്കം പറഞ്ഞാൽ. കാരണം 11 ആൾക്കാർക്ക് അവസരം കൊടുക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 20 over മാച്ചിലൊക്കെ ഒരു പ്ലേയേഴ്സിനൊക്കെ മെയിനായിട്ട് അവസരം കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ 4 over മാച്ചിൽ വന്നിട്ട് ബാറ്റ് കിട്ടണം ബോൾ കിട്ടണം എന്ന് വെച്ചാൽ ഇനി എത്ര നല്ല പ്ലേയേഴ്സ് ആണെങ്കിലും ഫസ്റ്റത്തെ ഒരു ടോപ്പ് കാറ്റഗറിയിലുള്ള 2 or 3 ബാറ്റ്സ്മാൻ മാത്രമേ ബാറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ബാറ്റില്ല ബോളില്ല പറഞ്ഞിട്ട്, കാരണം അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാർ രജിസ്റ്റർ ആക്കിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. കാരണം ഇത് ഷോർട്ട് ഓവർ മാച്ചാണ്, ആർക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ 4 ബോളേഴ്സ് ആയിരിക്കും ബോൾ ചെയ്യുന്നത്. ബാക്കിയുള്ള 5 പേർക്ക് ബോൾ ചെയ്യാൻ പറ്റില്ല. 5 6 7 പേരുള്ളവർക്ക് സ്ക്വാഡിലുള്ളവർക്ക് ബോൾ ചെയ്യാൻ പറ്റില്ല. ഓൾമോസ്റ്റ് എല്ലാ ടീമിൻ്റെ അവസ്ഥ തന്നെ ആയിരിക്കും. ഓക്കെ, അതിന് കമ്മിറ്റി
പിന്നെ ഒരു റെസ്പോൺസിബിൾ അല്ല. അത് പിന്നെ നോർമൽ ലോജിക്ക് ഉള്ള കാര്യമാണ്, അതങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, പിന്നെ അവാർഡ്സ് വിൽ ബി വിന്നേഴ്സ് 3000 dirhams, റണ്ണേഴ്സ് 1000 dirhams. പിന്നെ നല്ല കിടിലൻ ട്രോഫീസ് ഉണ്ടാവും. പിന്നെ റണ്ണേഴ്സ്, പിന്നെ അതുപോലെ തന്നെ വേറൊരു എക്സൈറ്റിംഗ് പ്രൈസ് എന്ന് വെച്ചാൽ MVP ഉണ്ട്. അത് ഗാലക്സിയൻ ബാറ്റ് ന്യൂ എഡിഷൻ ആയിരിക്കും. പിന്നെ വിത്ത് ട്രോഫി. പിന്നെ അതേപോലെ തന്നെ ബെസ്റ്റ് ബോളർ ട്രോഫി ഉണ്ടാവും, ബെസ്റ്റ് ബാറ്റർ ട്രോഫി ഉണ്ടാവും, പിന്നെ ബെസ്റ്റ് ഡിസ്മിസൽ ട്രോഫി ഉണ്ടാവും. അതിൽ പിന്നെ MVP മാത്രമായിരിക്കും ഗാലക്സിയൻ ബാറ്റ് ഉണ്ടാവുക. ബാക്കി ബെസ്റ്റ് ബോളർ, ബെസ്റ്റ് ബാറ്റർ, പിന്നെ ബെസ്റ്റ് ഡിസ്മിസൽ എന്ന് പറഞ്ഞാൽ അത് ബെസ്റ്റ് ഫീൽഡറോ വിക്കറ്റ് കീപ്പറോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും ബെസ്റ്റ് ഡിസ്മിസൽ. അതൊരു ട്രോഫി ഉണ്ടാവും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഓൾ മാച്ചസ് മാൻ ഓഫ് ദ മാച്ച് ഉണ്ടാവും. പിന്നെ ഐക്കൺ അല്ലാത്ത 10 ഐക്കൺ ഉണ്ടല്ലോ, അവരല്ലാത്ത MVP-യിലുള്ളവർ, അവർ നോർമലുള്ള സാധാ പ്ലെയേഴ്സ്, അവരിൽ ഈ ഐക്കൺ കഴിഞ്ഞിട്ട് ഇവരെ പേര്, ഏതെങ്കിലും ഒരു പ്ലെയറിൻ്റെ പേര് ടോപ്പിലുണ്ട്, MVP-യിലുണ്ടെങ്കിൽ അവർക്കൊരു അവാർഡ് ഉണ്ടാവും. ഐക്കൺ കഴിഞ്ഞിട്ടില്ല, അത് നോൺ ഐക്കൺ MVP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗാലക്സിയൻ ബാറ്റ് ഉണ്ടാവും. അതൊരു കിടിലൻ എക്സൈറ്റിംഗ് പ്രൈസാണ്. ഈ ഐക്കൺ കഴിച്ചിട്ട് സാധാരണ പ്ലേയേഴ്സ് ബെസ്റ്റ് പെർഫോം ചെയ്യുകയാണെങ്കിൽ 10 ശേഷമോ അതിന് ഇടയിൽ വരികയാണെങ്കിൽ അവർക്കൊരു പ്രൈസ് ഉണ്ടാവും. പിന്നെ കമ്മിറ്റി ക്യാൻ അമെൻഡ് ദ റൂൾസ് അറ്റ് എനി ടൈം. അപ്പോൾ കമ്മിറ്റിക്ക് എന്തെങ്കിലും ഒരു ചേഞ്ചസ് പിന്നെ ഇതിൻ്റെ ഒരു സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റൂൾസിൽ മാറ്റം വരുത്താവുന്നതാണ്, കമ്മിറ്റിക്ക് മാത്രം. ഓക്കെ, അതിൻ്റെ ഇടയിൽ സജഷൻസ് ഒന്നും കൊണ്ട് ഒരാൾക്കും വരാനുള്ള റൈറ്റ് ഇല്ല. ഓക്കെ, പിന്നെ ഇറ്റ് ഈസ് ഓൾ മാനേജേഴ്സ് റെസ്പോൺസിബിലിറ്റി ടു റീഡ്, അണ്ടർസ്റ്റാൻഡ്, അക്നോളജ് ദ എബോവ് പോയിന്റ്സ് ആൻഡ് എക്സ്പ്ലെയിൻ ടു ഓൾ ദ പ്ലേയേഴ്സ് ആൻഡ് സപ്പോർട്ടേഴ്സ് കമ്മിറ്റീസ് റെസ്പോൺസിബിൾ ഫോർ ദ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇത് ഈ സംഭവം വായിച്ച് മനസ്സിലാക്കിയിട്ട് കൊടുക്കേണ്ടത്, നിങ്ങൾ വായിച്ച് ആദ്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, പിന്നെ മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഓരോ ടീമിൻ്റെ മാനേജറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം ഇതിൽ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞ പോലെ സ്ട്രോങ് മാനേജേഴ്സ് എല്ലാ ടീമിനും മസ്റ്റാണ്. കാരണം ഇതൊരു ഡമ്മിക്ക് ഒരു മാനേജറിനെ വെക്കുന്നില്ല, ആ മാനേജർ ആ ടീമിനെ മൊത്തം കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളതായിരുന്നു. കാരണം അത് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ സ്മൂത്ത് റണ്ണിങ് ഓഫ് അവർ ഇവൻറ്റ്. ഓക്കെ, പിന്നെ ഏതെങ്കിലും ഒരാൾ ഈ റൂൾസ് ബ്രീച്ച് ചെയ്യുകയാണെങ്കിൽ അത് ആ ഒരു മാനേജേഴ്സിൻ്റെ ഒക്കെ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം അതുകൊണ്ട് അത്രയ്ക്കും ക്ലിയർ ആയിട്ട്, പിന്നെ അത് ഇങ്ങനെ ഈ വായിച്ചിട്ട് ക്ലിയർ ആവാത്തവർക്കാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇത് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ കാർ പാർക്ക് ചെയ്യുമ്പോഴുള്ള റൂൾസ് എന്ന് വെച്ചാൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഗ്രൗണ്ടിൻ്റെ, നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഗ്രൗണ്ടിലേക്ക് എൻ്റർ ചെയ്യുന്ന ലൊക്കേഷനിൽ ഇവിടെ 2 എൻട്രീസ് ഉണ്ട്. ഒന്ന് ഈ MCC-ലൊക്കെ എൻ്റർ ചെയ്യുന്ന ഒരു കോമ്പൗണ്ടിൻ്റെ സൈഡിലോട്ട് നാരോ റോഡ്, അതിൽ എൻ്റർ ആവാതെ നിങ്ങൾ ഈ FIFA ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ ഉണ്ട്, റൗണ്ട് അബൌട്ടിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു FIFA ഫുട്ബോൾ കോർട്ടൊക്കെ ഉണ്ട്, അതിൻ്റെ ഇടയിൽ കൂടി പോയിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഒരുപാട് വണ്ടിയിൽ പോകുന്നുണ്ടാവും, നിങ്ങൾക്ക് അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ എൻട്രി അതിൽ കൂടി എൻ്റർ ചെയ്യാം, ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൂടിയിട്ട്. എന്നിട്ട് അവിടെ ചെറിയ ബോർഡൊക്കെ ഉണ്ടാവും, റോയൽ സ്പോർട്സ് ക്ലബ്ബിലേക്ക് പോകാനുള്ള മാപ്പിൽ കാണിക്കും. പക്ഷേ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിൽ പോയിട്ട് പ്രോപ്പറായിട്ട് പാർക്ക് ചെയ്യുക. ഏതെങ്കിലും ഒരു വണ്ടിക്ക് തടസ്സമാകുന്ന രീതിയിൽ ഒരിക്കലും പാർക്ക് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ പിന്നെ റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്യുന്നുണ്ട്, ഒരു സൈഡിലേക്ക് മാത്രമായിട്ട്, അത് ക്ലോസ് ചെയ്ത് പാർക്ക് ചെയ്യാൻ നോക്കുക മാക്സിമം. ഓക്കെ, അവർക്ക് ഇൻട്രപ്റ്റ് ചെയ്യാത്ത രീതിയിൽ പിന്നെ പാർക്ക് ചെയ്യുക. പിന്നെ പേയ്മെൻറ്റിൻ്റെ റൂൾസ് പറഞ്ഞത്, പിന്നെ ഓണേഴ്സ് ഫീസ് ഓൾമോസ്റ്റ് എല്ലാവരും പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഓൾമോസ്റ്റ് എൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ടീംസിൻ്റെ കംപ്ലീറ്റ് എൻ്റെ പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. മുന്നിൻ്റെ കിട്ടിയിട്ടുണ്ടാവും വേറെ ഇതിൽ. പിന്നെ പ്ലേയേഴ്സിൻ്റെ ഫീസ് ആരെങ്കിലും തരാൻ ബാക്കിയുണ്ടെങ്കിൽ മസ്റ്റായിട്ടും പിന്നെ മാച്ചിന് മുമ്പായിട്ട് ഏൽപ്പിക്കുക. 12:30 ഡെഡ് ലൈന്, നിങ്ങൾക്ക് മുമ്പായിട്ട് ഏൽപ്പിക്കുക. ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ജേഴ്സി കൊടുക്കുന്നതല്ല, അതുപോലെ കളിപ്പിക്കുന്നതുമല്ല. ഐക്കൺസിന് പേയ്മെൻറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഓണേഴ്സ് കളിക്കുകയാണെങ്കിൽ മറ്റേ ലിസ്റ്റിലിട്ടിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ്റെ മസ്റ്റായിട്ടും പേയ്മെൻറ്റ് കിട്ടും. അത് റൂൾസാണ്. കാരണം നമുക്ക് ഫണ്ട് ലിമിറ്റഡ് ആണ്. ലിമിറ്റഡ് ഫണ്ട് വെച്ചിട്ട് ഒരു ഗ്രാൻഡ് ഇവൻറ്റ് വിത്ത് പ്രൈസ് മണി, വിത്ത് എക്സൈറ്റിംഗ് ട്രോഫീസ് സംഭവങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ട്. പിന്നെ വേറെന്ന് വെച്ചാൽ, പിന്നെ ഏതെങ്കിലും ഒരു ടീം വന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലെയർ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലെയർ പിന്നെ എന്തെങ്കിലുമായിട്ട് പ്ലെയർ ഫീസ് തരുന്നില്ല, എന്നിട്ട് അവനെ ഒഴിവാക്കി മാച്ചിൽ കളിപ്പിക്കുന്നില്ല എങ്കിൽ ഒരു ഈവൻറ്റും ഞങ്ങൾ ത്രൂ കണ്ടക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളെ റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കണ്ടക്ട് ചെയ്യുന്ന DPL ചിലപ്പോൾ നമുക്ക് അതിൽ റോൾ ഉണ്ടെങ്കിൽ, അങ്ങനെ നമ്മൾ ഒരു കണ്ടക്ട് ചെയ്യുന്ന ഈ ഓർഗനൈസേഴ്സ് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഈവൻറ്റ് ഫ്യൂച്ചറിൽ കളിക്കാൻ പറ്റില്ല പ്ലേയേഴ്സ് സ്ട്രിക്ട്ലി. അത് ഇത്ര വർഷത്തേക്കോ ഇത്ര സീസണിനോ എന്നല്ല, പെർമനൻ്റ്ലി നോട്ട് അലൗഡ്. ഒരു ടൂർണമെൻറ്റിൽ അതിൽ കൂട്ടൂല. ഓക്കെ, അങ്ങനെ അതിൽ കൂട്ടുകയാണെങ്കിൽ നമ്മൾ അതിൽ പാർട്ടിസിപ്പേറ്റും ചെയ്യില്ല. സിമ്പിളായിട്ടുള്ള ആൻസറാണ്. കാരണം ഇത് അത്രയ്ക്കും ഡബിൾ ഒക്കെ ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് ഓപ്ഷനിൽ വിളിച്ചിട്ട് കൊടുത്ത പ്ലേയേഴ്സാണ്. അതുകൊണ്ട് മസ്റ്റായിട്ടും ഫോളോ ചെയ്യുക, അതേ രീതിയിൽ കളിക്കുക. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.